Hi students, welcome to Manorama Horizon. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഇൻ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ആണ്. നിങ്ങൾ ഈ കാണുന്നത് ഒരു സോളാർ കുക്കർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആണ്. ഓക്കെ, സോ വാട്ട് യു സീ ഈസ് എ സോളാർ കുക്കർ. സോ ഇവിടെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സോളാർ കുക്കേഴ്സ് ആർ സംതിങ് ദാറ്റ് വി ക്യാൻ യൂസ് ദ എനർജി ഓഫ് സൺലൈറ്റ്. നമ്മൾ സൂര്യപ്രകാശം വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സോളാർ കുക്കർ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ലൈക്ക് ഒരു കോൺകേവ് മിറർ ആണുള്ളത്. നിങ്ങൾ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ ചാപ്റ്ററിന്റെ ഇനിഷ്യൽ സ്റ്റേജസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. സോ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഒരു കോൺകേവ് മിറർ ആണുള്ളത്. ആൻഡ് കോൺകേവ് മിററിന്റെ നടുക്ക് ലൈക്ക് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നമ്മളൊരു ഒരു കെറ്റിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ കെറ്റിൽ ആക്ച്വലി ഇപ്പൊ ലെറ്റ്സ് സേ നമ്മൾ വെള്ളം തിളപ്പിക്കുകയാണെന്ന് വെക്കുക. സോ ഈ കെറ്റിൽ എങ്ങനെ, ലൈക്ക് ഈ കെറ്റിൽ ചൂടായിട്ടാണ് വെള്ളം തിളക്കേണ്ടത് അല്ലേ? സോ സൺലൈറ്റ് വിൽ ഫോൾ ഓൺ ദിസ് കോൺകേവ് മിറർ. ഈ കോൺകേവ് മിററിൽ സൺലൈറ്റ് വന്ന് വീണിട്ട് ആ സൺലൈറ്റ് ഷുഡ് റിഫ്ലക്ട്, റൈറ്റ്? സൺലൈറ്റ് എന്ന് പറയുമ്പോൾ ഹീറ്റ് എനർജി ഉണ്ട്. സോ ആ ഹീറ്റ് എനർജി ഷുഡ് റിഫ്ലക്ട് ഈ കെറ്റിൽ ഇരിക്കുന്ന പോയിന്റിലത്തേക്ക് ഹീറ്റ് എനർജി റിഫ്ലക്ട് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ കെറ്റിലിനകത്തുള്ള വെള്ളം ചൂടാവത്തുള്ളൂ. സോ ഈ സോളാർ കുക്കർ എന്ന് പറയുന്നത് മിററിന്റെ അല്ലെങ്കിൽ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാനോ അല്ലെങ്കിൽ വസ്തുക്കളെ ഹീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, സോ ഇപ്പോ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ ഇലക്ട്രിക് കെറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതിന്റെ ഒരു റീസൺ ഉണ്ട്. സോ ആ റീസൺ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതായിരിക്കും. ഓക്കെ, ലൈക്ക് ആ റീസൺ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ there is a technical term called principal focus of a concave mirror. Like നമ്മൾ സ്പെറിക്കൽ മിറേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് അറിയാം, കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. സോ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിററിന്റെ രണ്ടിനും ഉള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ്? സോ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ലൈക്ക് കോൺകേവ് മിറർ യൂഷ്വലി കർവ് ഇൻവേർട്സ് അല്ലെ, അകത്തോട്ട് കർവ് ചെയ്തിരിക്കുന്ന മിറർ, ലൈക്ക് റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തോട്ട് കർവ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് മിററിനെയാണ് എന്ത് പറയുന്നത്, കോൺകേവ് മിറർ എന്ന് പറയുന്നത്. സോ ഈ കോൺകേവ് മിററിൽ ലെറ്റ് us say ലൈറ്റ് റേസ് ആർ കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഒരു പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ടായിരിക്കും അല്ലേ, പ്രിൻസിപ്പൽ ആക്സിസ്. സോ ലൈറ്റ് റേസ് ആർ കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ഹിറ്റിംഗ് ദ സർഫേസ് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് കോൺകേവ് മിറർ. സോ കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫേസിൽ പാരലൽ ലൈറ്റ് റേസ് വരുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, എല്ലാ പാരലൽ റേസും ഒരു സെയിം പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു സെയിം പോയിന്റിലാണ് എന്ത് എല്ലാ ലൈറ്റ് റേസും വന്ന് പാസ് ചെയ്യുന്നത്. സോ ആ പോയിന്റ്, ആ ലൈറ്റ് റേസ് വന്ന് കൂട്ടിമുട്ടുന്ന ആഫ്റ്റർ റിഫ്ലക്ഷൻ, ഒരു പാരലൽ ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ് എ കോൺകേവ് മിറർ. ഓക്കെ, അതായത് ദ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് മിറർ ആഫ്റ്റർ റിഫ്ലക്റ്റിംഗ് പാസസ് ത്രൂ എ ഫിക്സഡ് പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. സോ പ്രിൻസിപ്പൽ ആക്സിസിൽ തന്നെയുള്ള ഒരു പോയിന്റ്, ഒരു ഫിക്സഡ് പോയിന്റിൽ കൂടെ എന്ത് റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആ ഫിക്സഡ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. ഓക്കെ, ഒരു കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്, റേ ഓഫ് ലൈറ്റ്, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ആക്സിസിൽ തന്നെ ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യും. സോ ആ കോമൺ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഫിക്സഡ് പോയിന്റ് ഇൻ ദ പ്രിൻസിപ്പൽ ആക്സിസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. സോ യൂഷ്വലി നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എഫ് കൊണ്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എഫ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞത് കോൺകേവ് മിററിന്റെ കേസാണ്. നൗ ലെറ്റ് us see about the case of convex mirror. നമ്മൾ കോൺവെക്സ് മിററിനും സെയിം പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, സോ കോൺവെക്സ് മിറർ എന്താന്ന് പറഞ്ഞാൽ അറിയാം, ലൈക്ക് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഔട്ട്വേർഡ്സ്, പുറത്തോട്ട് കർവ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് മിററിനെയാണ് എന്ത് പറയുന്നത്, കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ലൈക്ക് ദർ ഈസ് എ കോൺവെക്സ് മിറർ. ഓക്കെ, സോ കോൺവെക്സ് മിററിനും എന്തുണ്ട്, ദർ ഈസ് ആൻ ആക്സിസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. സോ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പാസിംഗ് ത്രൂ ദ പോൾ ഓർ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, പോൾ ഓഫ് ദ മിററിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ്. സോ again light rays, assume that light rays are coming parallel to the principal axis. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് തന്നെയാണ് ലൈറ്റ് റേസ് വരുന്നത്. സോ കോൺവെക്സ് മിററിൽ എന്താ സംഭവിച്ചത്, കോൺകേവ് മിററിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ എല്ലാ ലൈറ്റ് റേസും ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് കൺവേർജ് ആയി അല്ലേ. ഇവിടെ സംഭവിക്കുന്നത് എന്താ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഓൾ ദ ലൈറ്റ് റേസ് ആർ ഡൈവേർജിങ് ഔട്ട്സൈഡ്, അതായത് എല്ലാ ലൈറ്റ് റേസും പുറത്തോട്ട് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ലൈക്ക്
ആഫ്റ്റർ കമ്മിങ് പാരലൽ റേസ് വരുന്നുണ്ട് ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫേസിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ആഫ്റ്റർ റിഫ്ലക്ഷൻ എല്ലാ റേസും പുറത്തോട്ട് ഡൈവേർജ് ചെയ്ത് പോവുകയാണ്. സോ നമ്മൾ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഈ എല്ലാ ലൈക്ക് റിഫ്ലക്റ്റഡ് റേസും ഒരു പർട്ടിക്കുലർ പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പർട്ടിക്കുലർ പോയിന്റ് ബിഹൈൻഡ് ദ മിറർ, അതായത് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സൈഡിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് നിന്ന് എല്ലാ ലൈറ്റ് റേസും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വെൻ വി ആർ എക്സ്റ്റെൻഡിങ് റിഫ്ലക്റ്റിംഗ് ലൈൻസിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിലോട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാം ഒരു സെയിം പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ. സോ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ദ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് കോൺവെക്സ് മിറർ അപ്പിയർ ടു കം ഫ്രം ദ അതർ സൈഡ് ഓഫ് മിറർ. അതായത് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സൈഡിൽ നിന്ന് ഒരു സെയിം പോയിന്റ് നിന്ന് എല്ലാ ലൈറ്റ് റേസും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് ഫിക്സഡ് പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. സോ കോൺവെക്സ് മിററിന്റെയും കോൺകേവ് മിററിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, കോൺകേവ് മിററിന്റെ കേസിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് റിയൽ ആണ്. അതായത് റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സൈഡിൽ തന്നെയാണ് കോൺകേവ് മിററിന് പ്രിൻസിപ്പൽ ഫോക്കസ് ഉള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് കോൺകേവ് മിറർ ആണെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സൈഡിൽ തന്നെയാണ് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നത്. പക്ഷെ കോൺവെക്സ് മിററിന്റെ കേസിൽ എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ് ഈസ് വിർച്വൽ. കാരണം എന്താ? അത് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ മിറർ ഒരു പോയിന്റ് നിന്ന് എല്ലാ ലൈറ്റ് റേസും നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആ പോയിന്റിനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ് ആയിട്ട്. സോ ഫോർ ദ കേസ് ഓഫ് കോൺവെക്സ് മിറർ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ റിഫ്ലക്റ്റിംഗ് സർഫസിലായിരിക്കും ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ വിർച്വൽ പ്രിൻസിപ്പൽ ഫോക്കസ് ദാറ്റ് വി ഒബ്റ്റൈൻ ഫ്രം എ കോൺവെക്സ് മിറർ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ടേം വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ഈസ് ഫോക്കൽ ലെങ്ത്. നമ്മളിപ്പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്നുള്ളത് കണ്ടു. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് വെയർ ഓൾ ദ ലൈറ്റ് റേസ് ആർ കമ്മിങ് ടുഗദർ അല്ലേ? എല്ലാ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റ് ആണ് വെയർ ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസ് ത്രൂ ദാറ്റ് പോയിന്റ്. സോ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ഓഫ് എ മിറർ. മിററിന്റെ പോളിൽ നിന്നും പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, കോൺകേവ് മിററിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലെറ്റ് us assume that this is a concave mirror. സോ കോൺകേവ് മിററിൽ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സൈഡിൽ തന്നെയാണ് let us say this is പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺകേവ് മിറർ. സോ ഈ ഒരു പോയിന്റ് എന്താണ്? പോൾ എന്ന് പറയും അല്ലെ? പോൾ എന്ന് പറഞ്ഞാൽ മിററിന്റെ സെൻട്രൽ പൊസിഷനാണ് പോൾ എന്ന് പറയുന്നത്. സോ ഈ PF എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ഈ ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് വാട്ട്? ഫോക്കൽ ലെങ്ത്. സോ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് പോൾ ഓഫ് എ മിറർ അല്ലേ? സോ ഈ ഫോക്കൽ ലെങ്ത്, അതായത് FP എന്ന് പറയുന്ന ഒരു ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് ആണ് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി നമ്മൾ ഫോക്കൽ ലെങ്തിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ F ആണ്. ഓക്കെ, പ്രിൻസിപ്പൽ ഫോക്കസിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ F എന്നും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ ലെറ്റർ F ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടെ കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും ഫോക്കൽ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. സോ രണ്ട് ടൈപ്പ്. ഫസ്റ്റ് നമുക്ക് കോൺവെക്സ് മിററിന്റെ കേസ് എടുത്താൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോൺവെക്സ് മിററിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? വിർച്വൽ ആണ്. അതായത് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ ബിഹൈൻഡ് ദ മിറർ ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് എ വിർച്വൽ പ്രിൻസിപ്പൽ ഫോക്കസ് ഫോർ കോൺവെക്സ് മിറർ. സോ ഇതാണ് എന്ത്? പോൾ എന്ന് പറയുന്ന പൊസിഷൻ. പോൾ എന്ന് പറഞ്ഞാൽ മിററിന്റെ സെന്റർ. സോ ഈ ഒരു ലെങ്ത് PF എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത് ആണ് എന്ത്? ഫോക്കൽ ലെങ്ത് അല്ലേ? സ്മോൾ ലെറ്റർ F കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് മിറർ. കോൺകേവ് മിററിന്റെ കേസിൽ എവിടെയാണ്? റിഫ്ലക്റ്റിംഗ് സർഫസിൽ തന്നെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നത്. സോ ദിസ് ഈസ് ദ പോൾ ഓഫ് ദ മിറർ. സോ ഈ ഒരു ലെങ്ത് ഉണ്ട്, FP എന്ന് പറയുന്ന ഈ ഒരു ലെങ്തിനെയാണ് എന്ത് പറയുന്നത്? ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ f എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിററും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. സോ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ, സോ ദിസ് ഈസ് ദ സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ ഈ മിറർ ഒരു സ്പിയറിന്റെ പാർട്ടാണ്. സോ ആ സ്പിയറിന്റെ സെന്ററിനെയാണ് എന്ത് പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഒരു ലെങ്ത് ഉണ്ട്, PC എന്ന് പറയുന്ന ലെങ്ത് ആണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് മിറർ എന്ന് പറയുന്നത് അല്ലേ? കർവേച്ചർ, അതായത് പോളും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. സോ പ്രിൻസിപ്പൽ ഫോക്കസും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. സോ ഫോക്കൽ ലെങ്ത് F എന്ന് പറയുന്നത് എന്താ? സ്മോൾ ലെറ്റർ F ആണെന്ന് പറഞ്ഞു. ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഈസ് ഹാഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. അതായത്
നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഈ പി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും പി എഫ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്പെറിക്കൽ മിറർ. അത് രണ്ട് കേസസിനും, അതായത് കോൺകേവിനും കോൺവെക്സിനും ഈക്വലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. സോ from that we can prove that, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം that f ഫോക്കൽ ലെങ്ത് f എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ r ഡിവൈഡഡ് ബൈ 2 ആണെന്നുള്ളത് അല്ലേ. സോ നമുക്കൊരു എക്സാമ്പിൾ, അതായത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എക്സാമ്പിൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെറിക്കൽ മിറർ is 16 cm. ഫൈൻഡ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. സോ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. ഒരു സ്പെറിക്കൽ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്താണ്, 16 cm ആണ് തന്നിട്ടുണ്ട്. സോ റേഡിയസ് ഓഫ് കർവേച്ചർ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. സോ ഇറ്റ് ഈസ് 16 cm അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇവിടെ നമുക്ക് ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷൻ യൂസ് ചെയ്യാം. ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത് എന്താണ്? വി നോ ദാറ്റ് എഫ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും, ഹാഫ് ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. സോ വാട്ട് വിൽ ബി ദി ആൻസർ? ഇറ്റ് വിൽ ബി 16/2 which is equal to 8 cm അല്ലേ. സോ 8 cm ആണ് ഇവിടെയുള്ള എന്ത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ സെറ്റ് ചെയ്തു, വിച്ച് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആയിരിക്കും. ഓർ ഇൻ അതർ വേർഡ്സ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന് തന്നെ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ ആണെങ്കിലോ ഇൻ ടേംസ് ഓഫ് ഫോക്കൽ ലെങ്ത് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് 2 times the focal length അല്ലേ. r equal to 2f എന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഈ ഒരു റിലേഷന്. സോ ഇപ്പോൾ എക്സാമിന് ഇവിടെ ഇപ്പൊ ചോദിച്ചേക്കുന്നതിനകത്ത് നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ ഓൾറെഡി തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അനദർ കേസ്, ഇപ്പോൾ ഫോക്കൽ ലെങ്ത് തന്നിട്ട് വാട്ട് ഇഫ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് റേഡിയസ് ഓഫ് കർവേച്ചർ. സോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 2 times ഫോക്കൽ എഫ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടും അല്ലേ. സോ ദാറ്റ് ഈസ് ദ റിലേഷൻ, ആൻഡ് ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്പെറിക്കൽ മിററിന്റെ ചാപ്റ്ററിൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഒരു റിവേഴ്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എ സ്കൂൾ ബസ് ആസ് എ കോൺവെക്സ് മിറർ ആസ് ദ റിയർ വ്യൂ മിറർ. നമ്മൾ വണ്ടികളിൽ യൂസ് ചെയ്യുന്ന മിറർ റിയർ വ്യൂ മിറർ എന്ന് പറയും. സോ ഒരു കോൺവെക്സ് മിറർ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യാണ്. ഇഫ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് മിറർ ഈസ് 0.7 meter, then what is the radius of curvature? സോ ഇവിടെ ഇപ്പൊ തന്നേക്കുന്ന എന്താണ്? നമുക്ക് ഫോക്കൽ ലെങ്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ് എന്ന് പറയുന്നത് 0.7 meter ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ ചോദിച്ചേക്കുന്ന എന്താണ്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ? റേഡിയസ് ഓഫ് കർവേച്ചർ ആർ എത്രയാണ് എന്നുള്ളതാണ്. റേഡിയസ് ഓഫ് കർവേച്ചർ ഓർ ആർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഓൾറെഡി റിലേഷൻ അറിയാം. പ്രിൻസിപ്പിൾ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കൽ ലെങ്ത് ഈസ് നത്തിങ് ബട്ട് ഹാഫ് ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ. എഫ് ഈസ് ഈക്വൽ ടു ആർ ബൈ 2. സോ ഇവിടെ നിന്ന് therefore ഇതിൽ നിന്നും ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 times. ഇപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഫോക്കൽ ലെങ്ത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 2 times ഫോക്കൽ ലെങ്ത് അല്ലേ. സോ വിച്ച് മീൻസ് ദാറ്റ് 2 into 0.7 meter which will be equal to എത്രയാണ്? 1.4 meter. സോ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ആ സ്കൂൾ ബസിന്റെ റിയർ വ്യൂ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 1.4 meter. സോ ഈ ഒരു റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടേം ആണ് ഫോക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോക്കൽ നമ്മളിപ്പോൾ ഓൾറെഡി പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഓൾസോ നമ്മൾ ഫോക്കൽ ലെങ്ത് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടേം ആണ് ഫോക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. സോ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു പോയിന്റ് അല്ല, ഇൻസ്റ്റഡ് ഇതൊരു പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പർട്ടിക്കുലർ സർഫസ് ആണ്. സോ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോൺകേവ് മിറർ ആണ് ഉള്ളത്. ആക്സിസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ പ്രിൻസിപ്പൽ ആക്സിസിൽ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസും മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വരുന്ന ഇൻസിഡന്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് വിൽ ഗോ പാസ് ത്രൂ ദ എന്താണ് നമ്മുടെ ഈ പ്രിൻസിപ്പൽ ആക്സിസിനെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. സോ ഇവിടെ ഇപ്പൊ 2 ലൈറ്റ് റേ ഉണ്ട്. 2 ലൈറ്റ് റേസ് ആർ പാരലൽ അല്ലേ. പക്ഷെ ഈ 2 ലൈറ്റ് റേസും ഒരു സെർട്ടൈൻ ആംഗിളിലാണ് എന്ത് ഇൻസിഡന്റ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈക്ക് ഒരു
പർട്ടിക്കുലർ ഒരു സിമിലർ കോമൺ പോയിന്റിൽ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇതേപോലെ മറ്റ് പാരലൽ ലൈൻസ് ഓഫ് ഇൻസിഡന്റ് ആംഗിൾ, ഒരു പർട്ടിക്കുലർ ആംഗിളിലുള്ള ഇൻസിഡന്റ് റേ, പാരലൽ ആയിട്ടുള്ള ഇൻസിഡന്റ് റേസ് എല്ലാം ഒരു സെർട്ടൈൻ പ്ലെയിനിൽ കൂടെ ഒരു സെർട്ടൈൻ പ്ലെയിനിൽ കൂട്ടിമുട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് വിച്ച് ഈസ് ആൻഡ് ദാറ്റ് പ്ലെയിൻ, ആ പ്ലെയിൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിനിൽ കുറെ ലൈറ്റ് റേസ് വന്ന് കൂട്ടിമുട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് അതിനെയാണ് എന്ത് പറയുന്നത്, ഫോക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോപ്പർ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ദ റേസ് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഫ്രം ഇൻഫിനിറ്റി കമ്മിങ് അറ്റ് ഡിഫറെന്റ് ആംഗിൾസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് ഒരു ഡിഫറെന്റ് ആംഗിൾസിൽ വരുന്ന ഇൻസിഡന്റ് റേ വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദ ഇൻഫിനിറ്റി വിൽ ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ ഡിഫറെന്റ് പോയിന്റ്സ്. അതായത് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫോക്കസ് ആവുന്നുണ്ട്. സോ എല്ലാ ലൈറ്റ് റേസും വിൽ ഗെറ്റ് ഫോക്കസ്ഡ് ഓൺ എ സെർട്ടൈൻ പോയിന്റ്സ് ഓർ സെർട്ടൈൻ പ്ലെയിൻ. സോ ദ പ്ലെയിൻ ഫൗണ്ട് ബൈ ദീസ് പോയിന്റ്സ്, അങ്ങനെ ഫോക്കസ് ആവുന്ന പോയിന്റ്സ് കാരണം ഫോം ചെയ്തേക്കുന്ന പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലറും പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്ലെയിനിലാണ് എന്ത്, ഇൻസിഡന്റ് ലൈറ്റ് റേസിന്റെ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസ് ചെയ്യുന്നത്. സോ ആ ഒരു പ്ലെയിനാണ് എന്ത് പറയുന്നത്, ഫോക്കൽ പ്ലെയിൻ ഓഫ് എ സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയ പിക്ചറിൽ നിന്നും വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ലൈക്ക് ഇവിടെ ഇപ്പൊ ഇൻസിഡന്റ് റേ ഒരു പർട്ടിക്കുലർ ആംഗിൾ ടു ദ പ്രിൻസിപ്പൽ ആക്സിസിന് ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഇൻസിഡന്റ് വന്ന് വീഴുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്കറിയാം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഫോക്കസ് ചെയ്യുന്ന പ്ലെയിൻ, അതായത് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ, ഒരു പെർപെൻഡിക്കുലർ പ്ലെയിനിലാണ് എന്ത് ഫോക്കസ് ആവുന്നത്, വിച്ച് ഈസ് പാസിങ്. ആ പ്ലെയിനിന്റെ പ്രത്യേകത എന്താണ്, പെർപെൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസുമാണ്. ആ പ്ലെയിൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനുമാണ്. സോ ഈ ഒരു സെർട്ടൈൻ സെറ്റ് ഓഫ് പ്ലെയിൻ, ആ ഒരു പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം, ഒന്നുകൂടെ റീകോൾ ചെയ്യാം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ സ്പെറിക്കൽ മിറേഴ്സ്, ടൈപ്സ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സും അതിന്റെ ടെർമിനോളജീസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് എന്താണ്, ഒരു മെയിൻ ടേം, അതായത് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് അല്ലേ. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് സ്പെറിക്കൽ മിറർ. സോ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ടൈപ്പ്, അതായത് കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്. സോ ആഫ്റ്റർ റിഫ്ലക്ഷൻ, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഒരു കോമൺ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. സോ ആ പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പൽ ഫോക്കസ് ഫോർ കോൺകേവും കോൺവെക്സും ഡിഫറെന്റ് ആണ്. കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എവിടെയാണ്, ലൈക്ക് നമ്മളെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ആ ഒരു സൈഡിൽ തന്നെയാണ് എന്ത് പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നത്, വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എഫ് അല്ലേ. കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഒബ്റ്റൈൻ ബിഹൈൻഡ് ദ മിറർ. നമുക്ക് മിററിന്റെ ബാക്കിലാണ് എന്ത് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ കിട്ടുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത് വിർച്വൽ ആണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ വാട്ട് ഈസ് ഫോക്കൽ ലെങ്ത്? ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്തൊക്കെയാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ഓഫ് എ സ്പെറിക്കൽ മിററും പോളും ആൻഡ് ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ എഫ് കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ഓഫ് എ മിറർ, പോൾ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മിററും അതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ് PF, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത്, സോ ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് സ്പെറിക്കൽ മിററും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടു. ആ റിലേഷൻ ഈസ് ഗിവൺ ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ, ഓർ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 times അല്ലെങ്കിൽ ഡബിൾ ദ ഫോക്കൽ ലെങ്ത് ആണ് എന്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ. സോ ഈ റിലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ് എക്സാമിന് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ചതാണ്, ഫൈനൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് ആണ് ഫോക്കൽ പ്ലെയിൻ എന്നുള്ളത്. ഓക്കെ, സോ ഫോക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ലൈക്ക് പ്രിൻസിപ്പൽ ആക്സിസിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇൻസിഡന്റ് ആവുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഒരു സെർട്ടൈൻ പ്ലെയിനിൽ അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ പോയിന്റിൽ ഫോക്കസ് ചെയ്യും. സോ ആ സെറ്റ് ഓഫ് ഫോക്കസ്, ആ ഫോക്കസ് ചെയ്യുന്ന പോയിന്റുകളുടെ ഒരു സെറ്റിനെയാണ്, ലൈക്ക് ഇറ്റ് വിൽ ബി ഫോക്കസ്ഡ് ഓൺ എ സെർട്ടൈൻ പ്ലെയിൻ. ആ പ്ലെയിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കൽ പ്ലെയിൻ. സോ ഫോക്കൽ പ്ലെയിനിന്റെ ഒരു പ്രത്യേകത എന്താണ്, ഫോക്കൽ പ്ലെയിനിന്
പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും. ഓൾസോ ഇറ്റ് പാസസ് ത്രൂ പാസസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ പ്ലെയിൻ വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. സോ അതാണ് ഫോക്കൽ പ്ലെയിന്റെ പ്രത്യേകത. ഓക്കെ, സോ ഈ 4 ടേംസ് അല്ലെങ്കിൽ ഈ 4 കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, സീ യു. Manorama Horizon. Learning made simple.